ഹേ എവ്രി വൺ, ഇതേ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന പോലെ ചെറിയൊരു വിളവെടുപ്പിലാണ് കേട്ടോ ഞാനും അമ്മയും. ഇത് അമ്മയുടെ ടെറസിലെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. വലിയൊരു തോട്ടം നമുക്ക് പറമ്പിലുണ്ട്. ഇതിപ്പോൾ ടെറസിൽ അമ്മ ചെറുതായിട്ട് വളർത്തിയെടുത്തതാണ് കേട്ടോ. ഇവിടെ കുറച്ച് പച്ചമുളക്, കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് തക്കാളി, പിന്നെ അല്ലറ ചില്ലറ ചീര, ചുമന്ന ചീര, പച്ചച്ചീര, അങ്ങനെ 2 തരം ചീര, പിന്നെ കുറച്ച് പാവൽ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇവിടെ ഉള്ളൂ. ആദ്യം അമ്മ ഈ പറിച്ചെടുക്കുന്നതാണ് കേട്ടോ കാശ്മീരി ചില്ലി. ഇത് ആക്ച്വലി ഇവിടെ കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് 2-3 വിത്തെടുത്ത് അമ്മ പാകി നോക്കിയതാണ്. അപ്പോൾ അതേ നല്ല വലിപ്പത്തിലുള്ള അടിപൊളി കാശ്മീരി ചില്ലി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കൂ കേട്ടോ. നമുക്ക് വീട്ടിലും ഇതുപോലെ കാശ്മീരി ചില്ലി ഇങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. 1-2 തൈ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൽ തന്നെ അത്യാവശ്യം ധാരാളം മുളക് ഉണ്ട്. പിന്നെ വേറെ പല വെറൈറ്റീസും അമ്മ ഇവിടെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് മുളക് കിട്ടുമ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കറിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ മതിയല്ലോ, ഒട്ടും കേടുകൂടാതെ അതിരുന്നോളും. ഇതാണ് കേട്ടോ സെക്കൻഡ് വെറൈറ്റി. ഈ ടെറസ് ഗാർഡനിലെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഒട്ടും മണ്ണ് ഉപയോഗിക്കാണ്ടാണ് കേട്ടോ അമ്മ ഈ ചെടികളെല്ലാം നട്ടേക്കണത്. കുറച്ച് പുല്ലുപയോഗിച്ച് കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഇത് വളർത്തിയെടുത്തിട്ടുള്ളത്. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അമ്മ ആഴ്ചയിൽ 1-2 തവണയായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിനൊക്കെ. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മാത്രമാണ് നനച്ചു കൊടുക്കുകയുള്ളൂ. പിന്നെ നമുക്കുള്ളത് തക്കാളിയാണ് കേട്ടോ. തക്കാളി നല്ല പഴുത്ത് പാകമായ തക്കാളിയുണ്ട്, അതുപോലെ തന്നെ വെണ്ടയ്ക്കുണ്ട്. ഒരുപാടൊന്നുമില്ലെങ്കിലും നമ്മുടെ 1-2 കറിക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് രാവിലെ തന്നെ വന്ന് പറിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടണ ഏരിയയിലാണ് കേട്ടോ ഇത് നിൽക്കണതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളൊരു പഴുത്ത് പാകമാകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.